ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. അതിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ, 4 മുട്ട, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, വാനില എസൻസ്, പൊടിച്ച പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്ക് ഇതിന് വേണ്ടത്. അതിനായി നമ്മൾ ആദ്യം ഒരു അരിപ്പയിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണേ. 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് മുട്ട ബീറ്റ് ചെയ്യണം. നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്യാൻ ഓരോ മുട്ട വീതം ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കുന്നത്. കാരണം മുട്ടയ്ക്ക് എണ്ണയിൽ അറിയത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നീട് നമുക്കതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് നമ്മൾ ഒഴിച്ച് അതിലേക്ക് പിന്നെ വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് നമുക്ക് ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിലേക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഞങ്ങൾ മുട്ട ബീറ്റ് ചെയ്യാണ്. അത് ആദ്യം ഒന്ന് വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ നിറമാവുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. ഒന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അത് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്യണം. പഞ്ചസാര നല്ലോണം അലിഞ്ഞു പോകണം. അതിന് ശേഷം അതിലേക്ക് ആ എടുത്ത് വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. പിന്നീട് നമ്മൾ ആ ബാറ്ററിലേക്ക് നമ്മൾ അരിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, ആ പൊടി കുറേശ്ശെ ഇട്ടിട്ട് നമ്മളതൊന്ന് ഇളക്കിയെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡിൽ ഇളക്കണേ. അത് ആദ്യം ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് പൊടികൾ ഇടുന്നത്. ഒന്നായിട്ട് ഇടരുത് കേട്ടോ. ഒന്നായിട്ട് ഇട്ടാൽ പൊടി കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് നല്ലോണം ഇളകി കിട്ടാൻ പണിയാണ്, മിക്സായി വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുറേശ്ശെ ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ ഇളക്കി കൊടുക്കുന്നത്. കുത്തി ഇളക്കരുത് കേട്ടോ. അതിന് ശേഷം ഞാനിത് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാട്ടോ ഇത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ആദ്യം എടുത്ത് വെച്ചതാണ്, റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ എല്ലാ വശത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. ആ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളതിൽ ഈർക്കിൾ വെച്ചിട്ട്, ഞാൻ ഈർക്കിളാണ് ഉപയോഗിക്കാറ്, അല്ലാതെ സ്ക്വയറിലൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമാണ് ഈർക്കിൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാനതുകൊണ്ട് സാധാ സ്റ്റൈലിലാണ് ഞാനും കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഈർക്കിളെടുത്തിട്ട് അതിൽ ഒന്ന് സ്ക്വയറിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അത് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മളതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഈ ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ അറിയോ, അതിൽ എയർ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ ഓവൻ സെറ്റപ്പൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അതിലേക്ക് ഞാൻ ഈ കേക്ക് ടീന് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നമ്മൾ ക്രീമിന് വേണ്ടിയിട്ട് എടുക്കുന്നത് റിച്ചസിൻ്റെ വിപ്പിംഗ് ക്രീമാട്ടോ എടുക്കുന്നത്. ആ വിപ്പിംഗ് ക്രീം നമ്മൾ 1.5 കപ്പാണ് ഞാൻ എടുക്കുന്നത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ ഒരു നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഈ പാത്രം കമിഴ്ത്തി പിടിക്കുമ്പോൾ അത് കട്ട പോലെ നിൽക്കും, താഴേക്ക് വീഴത്തില്ല. അത്രയും വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് എൻ്റെ നാത്തൂൻ പറഞ്ഞപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. എത്രത്തോളം ശരിയാവുന്നൊന്നും പറയാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ ഇതാ നമ്മളിത് ബീറ്റ് ചെയ്ത് നമ്മളെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ട് വരുന്നത്. നല്ല സ്പോഞ്ചായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. നല്ല നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോണ രീതിയിൽ അത്രയും സോഫ്റ്റ് ആയിപ്പോയി എൻ്റെ സ്പഞ്ച്. അങ്ങനെ ഞാൻ ഈ സ്പഞ്ചൊക്കെ എടുത്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താട്ടോ. അന്ന് ഞാനത് അതിൻ്റെ ബേസിലേക്ക് കുറച്ച് ക്രീമാക്കി ഈ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെത് ഓരോ ലെയർ എടുത്ത് വെച്ചിട്ട് അതിൽ
ഷുഗർ സിറപ്പ് ഒഴിക്കണം. അത് ഞാൻ 1/4 കപ്പ് മിൽക്കും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുള്ള ഷുഗർ സിറപ്പാട്ടോ. 7 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല വെട്ടി തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചത്. ഞാനത് ഇടാൻ മറന്നു, വീഡിയോ പിടിക്കാൻ മറന്നുപോയി. അങ്ങനെ അത് നമ്മൾ ഈ ലെയറിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നീട് നമ്മളതിൽ ക്രീമും നല്ലവണ്ണം തേച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് എടുക്കേണ്ടത്. ഓരോ ലെയർ വെക്കുമ്പോഴും ഈ ഷുഗർ സിറപ്പൊന്നും കൂടെ നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അത് എല്ലായിടത്തിലും ആവണം, കൂടുതലാവുകയും ചെയ്യരുത്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിന് നനവ് വേണേ. അങ്ങനെ നമ്മളത് ഓരോരോ ഇതിലും ക്രീമാക്കി കൊടുത്ത് ഓരോ ലെയറിലും നമ്മൾ ഈ ഷുഗർ സിറപ്പും ആക്കി അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീമും ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിൽ വെക്കുന്ന ലെയറിൽ ക്രീം കുറച്ച് അധികത്തിൽ നമ്മൾ ആക്കണം കേട്ടോ. അങ്ങനെ ഈ ക്രീമെല്ലാം ഞാൻ ഓരോരോ ഭാഗത്താക്കി കറക്കിയെടുത്ത് അതിങ്ങനെ നല്ല എന്താ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗി വേണം. അത്രയാണ് ഈ ക്രീം എല്ലാ ഭാഗത്തും കറക്റ്റിനായിട്ട് വരണം. നമ്മൾ റൗണ്ടിലൊക്കെ നമ്മളാക്കുമ്പോൾ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ല ഇതിൽ കറക്കി അത് നല്ല എന്താ പറയുക നല്ല ക്ലിയറായിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനതിൻ്റെ ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തി കേട്ടോ. പക്ഷേ ഇതിന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യണ വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മോനായിരുന്നു എനിക്കിത് വീഡിയോ എടുത്തു തന്നത്. പക്ഷെ അവന് കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ അവൻ കളിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. അത് കാരണം എനിക്കിതിൻ്റെ ലാസ്റ്റ് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിലുള്ളത്. അങ്ങനെ ഇതാണ് അതിൻ്റെ ഡെക്കറേഷൻ ഞാൻ ചെയ്തത്. കാരണം എൻ്റെ ചേച്ചിക്ക് അവരെ കുടുംബശ്രീക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കേക്കാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു